അതിശക്തമായ ഒരു ഹർത്താലായി ഇത് മാറുകയാണ്. കടകൾക്ക് മുന്നിൽ സമരക്കാരുടെ അതിശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇവിടെ ഒരു വാച്ച് കടയാണെന്ന് തോന്നുന്നു, വാച്ച് ഷോറൂമാണെന്ന് തോന്നുന്നു. അവിടെ ടൈറ്റാൻ്റെ ഒരു ഷോറൂം ഉണ്ടാകുന്നത് അതൊക്കെ അടപ്പിക്കുകയാണ്. കടയ്ക്കുള്ളിലേക്ക് കയറി പ്രതിഷേധിക്കുക, കട അടപ്പിക്കാനുള്ള നിർദ്ദേശം നൽകുകയാണ്. നിർബന്ധപൂർവ്വം കടകൾ അടപ്പിക്കുകയാണ്. കൊടികളുമായി ഈ പ്രവർത്തകർ കടകൾക്കുള്ളിലേക്ക് കയറുകയാണ്. അതിശക്തമായ പ്രതിഷേധം. കടകൾ അടയ്ക്കാതെ പിരിഞ്ഞു പോകില്ല എന്ന നിലപാട്. കടകൾ അടയ്ക്കാൻ തയ്യാറാകുമെന്ന് വലിയ പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ അരങ്ങേറുന്നത്. തിരുവനന്തപുരത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ഏറെക്കുറെ ഏതാണ്ട് എല്ലാം തന്നെ അടച്ചിട്ടിരിക്കുന്നു. ഇത് നഗരഹൃദയത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. മറ്റു മേഖലകളിൽ ഇങ്ങനെ ആകണമെന്നില്ല. പ്രത്യേകിച്ച് ഈ പ്രതിഷേധം കടന്നു പോകുന്ന ഭാഗങ്ങളിലെ കടകൾ ആണ്. ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു വാച്ച് കട, അവിടെ പ്രതിഷേധക്കാർ അകത്ത് കയറി ആ ഒരു സ്റ്റാഫിന് നേരെ കൊടിവെച്ച് കുത്താനൊക്കെയുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ പോലീസ് ഇതിൽ ഒരു തരത്തിലും ഇടപെടുന്നില്ല എന്നതാണ്. പോലീസ് ഒപ്പം നിൽക്കുന്നു എന്നതിനപ്പുറത്ത് കാര്യമായി തടയാനൊന്നും ശ്രമിക്കുന്നുമില്ല. അപ്പോൾ പോലീസ് ഏത് തരത്തിലാണ് ഇവർക്ക് സംരക്ഷണം നൽകുന്നത് എന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ആ കട ഇപ്പോൾ അടച്ചിരിക്കുന്നു. ആ കട അടയ്ക്കുന്നു എന്ന് കടക്കാരൻ പറഞ്ഞതാണ്. പക്ഷെ കട അടച്ച ശേഷമേ അവർ പിന്തിരിയുകയുള്ളൂ എന്ന നിലപാടിൽ ആയിരുന്നു. ഇപ്പോൾ ആ കടയും അടച്ചിട്ടുണ്ട്. അതേസമയം KSRTC ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നു എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ നമുക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വ്യാപാര സ്ഥാപനങ്ങൾ പൊതുവെ അടഞ്ഞു കിടക്കുന്നു. ബലം പ്രയോഗിച്ചു തന്നെയാണ് പല സ്ഥാപനങ്ങളും ഈ സമരാനുകൂലികൾ അടപ്പിക്കുന്നത് എന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഒരുപക്ഷെ സമരാനുകൂലികളുടെ എണ്ണം അല്പം വർദ്ധിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ വിവിധ മേഖലകളിലേക്ക് തിരിഞ്ഞ് കടകൾ അടപ്പിക്കാനും മറ്റും പോയവർ ഇപ്പോൾ ഒറ്റക്കെട്ടായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോഴിതാ വീണ്ടും ഇത്തരത്തിൽ കടകൾ തുറന്നു പ്രവർത്തിക്കുന്ന കടകൾക്ക് നേരെയൊക്കെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും പ്രതിഷേധക്കാർ കടകൾ ബലം പ്രയോഗിച്ച് അടപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. VV അരുണാണ് അവിടെ നിന്ന് തുടരുന്നത്. അരുൺ, ഈ പ്രതിഷേധം ഒരു ഭാഗത്ത് കടന്നു പോകുന്നു. ഈ പ്രതിഷേധം കടന്നു പോകുന്ന വഴികളിലെ സ്ഥാപനങ്ങളാണ് പ്രധാനമായും ഇവർ അടപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് സമരത്തിന്റെ ഭാഗമായുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സമരാനുകൂലികൾ വിവിധ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ അടപ്പിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധക്കാർ മുന്നേറുകയും ചെയ്യുന്നുണ്ട്. നഗരഹൃദയത്തിലെ കടകളാണ് പ്രധാനമായും അടപ്പിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഉൾപ്രദേശങ്ങളിൽ ഒരുപക്ഷെ ഇതാകണമെന്നില്ല കാഴ്ച. എന്തായാലും ഭീഷണിപ്പെടുത്തിയും ഒക്കെ തന്നെയാണ് ഇവർ കടകൾ അടപ്പിക്കുന്നത് എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേറെയും കാണാൻ സാധിക്കുന്നത് ഈ ഹോട്ടലുകൾ, ബേക്കറികൾ പോലെയുള്ള സ്ഥാപനങ്ങൾ ആണ് അധികമായും കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ ഒരു മൊബൈൽ ഷോപ്പാണ് അടപ്പിച്ചത്. നേരത്തെ ഒരു വാച്ച് കട ഉൾപ്പെടെ അടപ്പിച്ചിരുന്നു. അതിനു മുമ്പ് ഒരു ഹോട്ടൽ അടപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അങ്ങനെ അടച്ചിടാൻ അയാൾ തയ്യാറായില്ല എന്നതാണ്. ഇപ്പോഴിതാ മറ്റൊരു കൂൾ ഡ്രിങ്ക്സ് ഷോപ്പ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഉള്ള സ്ഥാപനങ്ങളൊക്കെ അടപ്പിച്ച് ആണ് ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അരുൺ ചേരുന്നുണ്ട്. അരുൺ, നഗരഹൃദയത്തിലൂടെയാണ് ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. അവർ കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ
ഷോപ്പുകൾ അടപ്പിക്കുന്നുമുണ്ട്. അതുതന്നെയാണ്, പുളിമൂടാണ് ഇപ്പോൾ സമരക്കാരുള്ളത്. ചെറിയ കയ്യേറ്റത്തിലേക്ക് നോക്കാം. വാച്ച് കടയിലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ സമരക്കാരെ ചോദ്യം ചെയ്തു. കട അടയ്ക്കുന്നതിന് അത്ര പെട്ടെന്ന് അടയ്ക്കാമില്ല, കമ്പ്യൂട്ടറൊക്കെ ക്ലോസ് ചെയ്യാൻ സമയം തരണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് വാക്കേറ്റം ഉണ്ടാവുകയും കൊടി കമ്പുകൊണ്ട് ഒരാളെ കുത്തുകയും ഒക്കെ ചെയ്തു. ഇവിടെ ഇപ്പോൾ ഒരു ജ്യൂസ് കടയാണ്, അവിടെയും ഈ രീതിയിലുള്ള പ്രതിഷേധമാണ്. കട എത്രയും വേഗം അടയ്ക്കാനുള്ള നിർദ്ദേശം സമരക്കാർ നൽകുകയാണ്. വൈകുന്നേരം അവരുടെ പ്രതിഷേധവും കൂടുകയാണ്. ഇത് പുളിമൂടാണ്, സെക്രട്ടേറിയറ്റിന് മീറ്ററുകൾ മാത്രം അകലെയുള്ള സ്ഥലമാണ്. സെക്രട്ടേറിയറ്റിലേക്കാണ് മാർച്ച് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അവിടെയും സമരക്കാർ ആ കടകളും, ഇത് ജ്യൂസൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്, വളരെ പത്രപ്രവർത്തകരുടെ ജില്ലാ കമ്മിറ്റിക്ക് സമീപമുള്ള ഒരു കട. അവിടെ സ്ഥിരമായി ഇത്തരം ഒരു ജ്യൂസൊക്കെ വിൽക്കുന്ന ഒരു കട, അവിടെയും അടയ്ക്കാനുള്ള നിർദ്ദേശമാണ്. തൊട്ടടുത്ത കടകളിലുമൊക്കെ ആ രീതിയിൽ നിർദ്ദേശിക്കുകയാണ് സമരക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അന്നപൂർണ്ണ എന്ന ഹോട്ടൽ വ്യാപാരി വ്യവസായി സമിതി നേതാവിൻ്റെ CPI നേതാവിൻ്റെ കടയാണ്. അവിടെയും അതിശക്തമായ പ്രതിഷേധമുണ്ടായി. അതിനുശേഷമാണ് വാച്ച് കടയിലൊക്കെ കയറി നിർബന്ധപൂർവ്വം ജീവനക്കാരെ കയ്യേറ്റം ചെയ്ത് തന്നെ കട അടപ്പിച്ച് സമരക്കാർ മുന്നോട്ട് പോകുന്നത്. വളരെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്ന സമരമാണ്, കൃത്യമായി നോട്ടീസ് നൽകിയ സമരമാണ്. എന്നിട്ടും എന്തുകൊണ്ട് അതുമായി സഹകരിക്കുന്ന ചോദ്യമാണ് സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ പതിഞ്ഞ താഴ്ന്നു തുടങ്ങിയെങ്കിലും സമരം കൂടുതൽ ശക്തമാവുകയാണ്. സ്വകാര്യ വാഹനങ്ങളോ KSRTC ബസ്സുകളോ ഒന്നും യാത്ര തടസ്സപ്പെടുന്നില്ല എന്നൊഴിച്ചാൽ കടകൾ MG റോഡിൽ വലിയ ഹർത്താലുകൾക്ക്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഹർത്താലുകൾക്ക് മാത്രം കാണാറുള്ള ഒരു കാഴ്ചയാണ് ഇത്തരത്തിൽ വ്യാപകമായി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുന്നത്. അത്തരം ഒരു ശക്തമായ രീതിയിലേക്ക് ഈ സമരവും മാറുകയാണ്. ഇപ്പോഴും കടകൾക്കുള്ളിലേക്ക് സമരക്കാരുടെ പ്രതിഷേധം വ്യാപിക്കുകയാണ്. പലയിടത്തും ഒരു കടയും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്ന കടകളൊക്കെ അടപ്പിച്ചു തന്നെയാണ് സമരം മുന്നോട്ട് പോകുന്നത്. അടയ്ക്കാൻ തയ്യാറാകാത്തവരുടെ അവിടെ സ്ഥലങ്ങളിൽ ബലം പ്രയോഗിച്ചും കടകൾ അടപ്പിക്കുന്നത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സമരം സെക്രട്ടേറിയറ്റ് നോർത്ത് ഗേറ്റിന്റെ മുന്നിലേക്ക്, സമര ഗേറ്റിന് മുന്നിലേക്ക് എത്തും. അവിടെ സമരത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. ഏതായാലും 52 സംഘടനകൾ, കൂടുതലും ദളിത് സംഘടനകൾ നേതൃത്വം നൽകിയ ഒരു ഹർത്താലാണ് ഇത്തരത്തിലൊരു അക്രമ രീതിയിലേക്ക് ചിലയിടങ്ങളിലുമൊക്കെ മാറുന്നത്. ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് സമരം ഇപ്പോൾ ഈ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെങ്കിലും ബാധിക്കുന്നു. ഇപ്പോൾ ആ കടകൾ വീണ്ടും അടപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ കടകളും ആ രീതിയിൽ അടപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു തരത്തിലും സമരവുമായി സഹകരിക്കാത്തവർക്കെതിരെ ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കുമെന്നാണ് സമരക്കാരുടെ മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ സർക്കാർ സ്ഥാപനങ്ങൾ കൂടി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ കൺസ്യൂമർ ഫെഡിന്റെ റീജിയണൽ ഓഫീസാണ്, അത് തുറന്ന് പ്രവർത്തിക്കുകയാണ്, അടപ്പിക്കുകയാണ് സമരക്കാർ. വിദേശ മദ്യ വിൽപ്പനശാലയും ഒക്കെയുള്ള സ്ഥലമാണ്. കൺസ്യൂമർ ഫെഡിന്റെ ഇപ്പോൾ കൺസ്യൂമർ ഫെഡ് സർക്കാർ സ്ഥാപനം അടപ്പിക്കുകയാണ്. ഈ കൺസ്യൂമർ ഫെഡിന്റെ ഗോഡൌൺ അടപ്പിക്കുകയാണ്, ഷോപ്പിംഗ് മാർക്കറ്റ് അടപ്പിക്കുകയാണ്. ഇവിടെ കൺസ്യൂമർ ഫെഡിന്റെ മദ്യവിൽപ്പനശാലയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അവിടേക്കും സമരക്കാരുടെ പ്രതിഷേധം തിരിയുകയാണ്. ഈ കൺസ്യൂമർ ഫെഡ് വിദേശ മദ്യ വിൽപ്പനശാലയും അടപ്പിക്കാനാണെന്ന് സമരക്കാർ നിർദ്ദേശം. ആളുകൾ ഇതിനകം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. രാവിലെ ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കുകയാണ്, അത് അടപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെ മദ്യഷോപ്പ് അടപ്പിക്കാനുള്ള ശ്രമമാണ്. പോലീസ് ഷട്ടറിടുന്നു. ആ മദ്യവിൽപ്പനശാല ഷട്ടറിടുന്നു. പക്ഷെ അതിനകത്ത് ഇപ്പോൾ ആളുകളുണ്ട്, അതുകൊണ്ട് തന്നെ അവരെ കൂടി പുറത്തിറക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. സമരക്കാർ ഈ കൗണ്ടറിനുള്ളിലേക്ക് കടക്കുകയാണ്. വിദേശ മദ്യവിൽപ്പനശാല പ്രതിഷേധമാണ്. ജീവനക്കാരെയും ആളുകളെയും പുറത്തിറക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റാണിത്. സെക്രട്ടേറിയറ്റ് സമീപമുള്ള സെക്രട്ടേറിയറ്റിന്റെ ആസാദ് ഗേറ്റിന് വശത്തുള്ള സ്ഥാപനവും ഇപ്പോൾ അടപ്പിച്ചിരിക്കുന്നു. കൺസ്യൂമർ ഫെഡിന്റെ സ്ഥാപനവും ഇപ്പോൾ അടപ്പിച്ചിരിക്കുന്നു. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് നേരത്തെ തന്നെ സമരക്കാർ അടപ്പിച്ചു. മെഡിക്കൽ സ്റ്റോറിന് മാത്രമാണ് പ്രവർത്തിക്കാൻ അനുമതി നൽകിയത്. മെഡിക്കൽ സ്റ്റോറുകൾ മാത്രം തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിക്കൊണ്ട് സമരം ഇവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരക്കാർ എത്തുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമായി ഇത് മാറുകയാണ്. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ കുറ്റക്കാർക്ക് പ്രത്യേകിച്ച് റാം എന്ന അധ്യാപകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചു കൂടിയാണ് ഈ സമരം. അറസ്റ്റ് ഉണ്ടാകുന്നതുവരെ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതിന്റെ ഭാഗമായാണ് 52 സംഘടനകൾ നേതൃത്വം നൽകിയ ഒരു ഹർത്താൽ പുരോഗമിക്കുന്നത്. അതിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അതിശക്തമായ പ്രതിഷേധം. ഇപ്പോൾ SBIയുടെ ബാങ്ക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരം സിറ്റി ശാഖ ഇവിടെ ഈ സ്റ്റാച്യുവിലുണ്ട്. അവിടെ ജീവനക്കാരുണ്ട്. ആ ബാങ്ക് അടയ്ക്കണമെന്ന ആവശ്യവുമായി സമരക്കാർ മുന്നോട്ട് പോവുകയാണ്. ബാങ്ക് അടപ്പിക്കാനുള്ള ശ്രമമാണ്. ബാങ്കിനും ഷട്ടർ ഇടാനുള്ള നിർദ്ദേശമാണ്. സമരക്കാർ വന്നതിനെ തുടർന്ന് ബാങ്കിന്റെ പ്രധാന ഷട്ടർ ഇപ്പോൾ ജീവനക്കാർ ഇടുകയാണ്. ബാങ്കും തുറന്നു പ്രവർത്തിക്കാൻ കഴിയില്ല
എന്ന നിലപാടിലാണ് സമരക്കാർ ഉള്ളത്. ആ ബാങ്ക് ഇപ്പോൾ അടപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും അടപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരം. ഒരു വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ കഴിയില്ല. സമരവുമായി സഹകരിക്കാതെ മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഈ ബാങ്കിനുള്ളിലേക്ക് സമരക്കാർ കടന്നു പോവുകയാണ്. ഷട്ടർ ഇട്ടെങ്കിലും അകത്ത് ജീവനക്കാരും മറ്റുമുണ്ട്. അതുകൊണ്ട് ആണ് സമരക്കാർ ഇപ്പോൾ ഈ ബാങ്കിന് ഉള്ളിലേക്ക് പോകുന്നത്. കൊടികളുമായി ബാങ്കിനുള്ളിലേക്ക് 2 സമരക്കാർ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പ്രേക്ഷകർ കാണുന്നത്. ഇത്തരത്തിലായിരുന്നു ഈ ഈസ്റ്റ് ബോട്ട് മുതൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കണ്ടത്. ഈ തരത്തിലുള്ള കാഴ്ചകളായിരുന്നു. സ്ഥാപനങ്ങൾ അടയ്ക്കാൻ തയ്യാറാകാത്ത സ്ഥാപനങ്ങൾക്കുള്ളിലേക്ക് കൊടിയുമായി എത്തി പ്രതിഷേധം. ബാങ്ക് അടയ്ക്കാനുള്ള നിർദ്ദേശവുമായി ആവശ്യവുമായി സമരക്കാർ ഇപ്പോൾ ഈ ബാങ്കിന് ഉള്ളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. SBIയുടെ സിറ്റി ബ്രാഞ്ചാണ്. അത് വലിയൊരു ബ്രാഞ്ചാണ്. ഇവിടെ നേരത്തെ തന്നെ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് അടപ്പിക്കണമെന്ന ആവശ്യവുമായാണ് സമരക്കാർ ഇപ്പോൾ ഈ ബാങ്കിന് ഉള്ളിലേക്ക് പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.